ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. നമ്മൾ പുതിയൊരു പേപ്പറിലോട്ടാണ് പോകുന്നത്. പുതിയൊരു സെമസ്റ്ററിലേക്കാണ് പോകുന്നത്. പുതിയ പേപ്പർ സിലബസ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഡാറ്റ സ്ട്രക്ചർ യൂസിങ് സി, അതാണ് നിങ്ങൾക്ക്. ഇത് ശരിക്കും പറയാൻ കണ്ടിന്യൂഷൻ തന്നെയാണ്. നിങ്ങൾ സി പ്രോഗ്രാമിങ് കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു അവയർനെസ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് പഠിക്കാൻ കഴിയും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് അരയും ലിങ്ക്ഡ് ലിസ്റ്റ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അടുത്ത യൂണിറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുമ്പോൾ അതിൽ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻസ് ആണ്. ഡാറ്റ ഓപ്പറേറ്റേഴ്സ്, ഡാറ്റ ഓർഗനൈസേഷൻസ്, ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനെയുള്ള കുറേ തിയറി പാർട്ടാണ് ഈ ഒരു ഫസ്റ്റത്തെ സെക്ഷനിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഫസ്റ്റ് സെക്ഷനിലേക്ക് എൻ്റർ ചെയ്യാം. ഒറ്റയ്ക്ക് ഡാറ്റ സ്ട്രക്ചർ എന്താണ് എന്ന് നമ്മൾ പറയുന്നില്ല. ഡാറ്റ സ്ട്രക്ചർ എന്താണ് എന്ന് പറയുന്നതിന് മുന്നേ എന്താണ് ഡാറ്റ എന്ന് പറയണം, എന്നിട്ടല്ലേ ഡാറ്റ സ്ട്രക്ചർ പറയാൻ കഴിയുള്ളൂ. അപ്പോൾ ഡാറ്റ, നമുക്കറിയാം ഡാറ്റ എന്നുള്ള വാക്ക് നമ്മുടെ ഒരു കമ്പ്യൂട്ടർ ഫീൽഡ് കോമൺ ആയിട്ട് കേൾക്കുന്നൊരു വാക്കാണ് ഡാറ്റ, അല്ലേ? ഡാറ്റ പ്രോസസ്സിങ്, ഡാറ്റ അനാലിസിസ്, കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് ഡാറ്റ അനാലിസിസും ഡാറ്റ പ്രോസസ്സിങ്ങും ഒക്കെ ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത്. അപ്പോൾ എന്താണ് ഡാറ്റ? അതാണ് ആദ്യം നമ്മൾ പറയേണ്ടത്. ഒരു ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ എന്താണ് ഡാറ്റയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇൻട്രൊഡക്ഷനിൽ ആദ്യം എലമെൻ്ററി ഓർഗനൈസേഷനാണ് ഫസ്റ്റിൽ നമ്മൾ പറയുന്നത്. ആ ഒരു എലമെൻ്ററി ഡാറ്റ ഓർഗനൈസേഷൻ എന്താണ്, അതായത് ഒരു ഡാറ്റ ഓർഗനൈസേഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് ആദ്യം പറയുന്നത്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് ഞാൻ പറയുന്നത്. ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ വാല്യൂ അല്ലെങ്കിൽ സെറ്റ് ഓഫ് വാല്യൂ ആണ് ഡാറ്റ എന്ന് പറയുന്നത്. ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ഡാറ്റാസ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അത് കറക്റ്റായൊരു വാക്കല്ല. ഡാറ്റ എന്ന് പറഞ്ഞാൽ ഓൾറെഡി അത് പ്ലൂറലാണ്. ഡാറ്റാസ് എന്ന് പറഞ്ഞൊരു വാക്കില്ല, ഡാറ്റ തന്നെയാണ്. അപ്പോൾ ഡാറ്റ എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് വാല്യൂ, സിംപ്ലി വാല്യൂസ് എന്താണ് എപ്പോഴും നമ്മൾ പ്ലൂറലായിട്ടാണ് യൂസ് ചെയ്യുക. ഡാറ്റയ്ക്ക് ശരിക്കും പറഞ്ഞൊരു സിംഗുലർ ഉണ്ട്. ഡാറ്റം എന്ന് പറയുന്നത് ഒരു സിംഗുലർ വേർഡാണ്. പക്ഷെ നമ്മൾ അങ്ങനെ കൂടുതൽ യൂസ് ചെയ്യാറില്ല. നമ്മളപ്പോൾ അതൊരു പ്ലൂറലായിട്ടാണ് ഡാറ്റ യൂസ് ചെയ്യുന്നത്. ആ ഡാറ്റയിൽ ഓരോ സിംഗിൾ യൂണിറ്റിനെ ഡാറ്റ ഐറ്റം എന്ന് പറയും. അപ്പോൾ ഡാറ്റ എന്ന് പറയുന്ന ആ സെറ്റ് ഓഫ് വാല്യൂസ് അല്ലെങ്കിൽ ആ വാല്യൂസിലെ ഓരോ സിംഗിൾ പോയിൻറ്റിനെയും നമ്മൾ ഡാറ്റ ഐറ്റം എന്ന് പറയും. ഈ ഡാറ്റ ഐറ്റത്തിന് നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്തിട്ട് പല പല എലമെൻ്ററി ഐറ്റമാക്കി മാറ്റാം. അപ്പോൾ ഈ എലമെൻ്ററി ഐറ്റംസ് കൂടി ചേർന്നാണ് ഡാറ്റ ഐറ്റംസ്. ഈ ഡാറ്റ ഐറ്റംസ് കംപ്ലീറ്റ് ആയിട്ടുള്ളതാണ് ഡാറ്റ. അപ്പോൾ ഡാറ്റയിൽ നിന്ന് വരുന്ന ഡാറ്റ എന്ന് പറയുന്നത് ആ ഒരു സെറ്റ് ഓഫ് വാല്യൂ ആണെങ്കിൽ അതിലെ സിംഗിൾ യൂണിറ്റിനാണ് ഡാറ്റ ഐറ്റം എന്ന് പറയുന്നത്. ഈ ഡാറ്റ ഐറ്റത്തിന് നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്ത് സബ് ഡിവിഷൻ നടത്തി കിട്ടുന്നതാണ് എലമെൻ്ററി ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു എംപ്ലോയി അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ്, കോളേജിൻ്റെ കേസിൽ സ്റ്റുഡൻറ്റ് എന്ന് പറയാം. സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് എൻറ്റിറ്റിയാണ്. നിങ്ങൾ എൻറ്റിറ്റി എന്നുള്ള വാക്ക് പല സ്ഥലങ്ങളിൽ കേട്ടിട്ടുണ്ടായിരിക്കും. എൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു ബേസിക് യൂണിറ്റ് അല്ലെങ്കിൽ ബേസിക് കോൺക്രീറ്റ് യൂണിറ്റാണ്. ഡാറ്റാബേസ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. ഈ സെമസ്റ്റർ അല്ലെങ്കിൽ അടുത്ത സെമസ്റ്ററിൽ ഉണ്ടായിരിക്കും ഡാറ്റാബേസ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോറിങ് യൂണിറ്റാണ്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഫയൽ, നമ്മൾ മുൻകാലഘട്ടങ്ങളിലൊക്കെ ഫയൽ മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് ഉണ്ടായിരുന്നത്. ഫയലുകളായിട്ടാണ് രേഖകൾ സൂക്ഷിച്ചിരുന്നത്. അതിൽ നിന്ന് മാറി ഇപ്പോൾ കമ്പ്യൂട്ടർ ഫയലുകളാണ്, അതിലോട്ട് മാറി. അപ്പോൾ അതിൻ്റെ ക്രിയേഷന് വേണ്ടിയാണ് ഡാറ്റാബേസ്. അപ്പോൾ നമ്മുടെ ഒരു കോളേജ് അല്ലെങ്കിൽ സ്കൂളൊക്കെ എടുക്കുമ്പോൾ അതൊരു ഡാറ്റാബേസാണ്. ഇപ്പോൾ ഈ ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള എൻറ്റിറ്റി പറഞ്ഞതുകൊണ്ട് പറയുകയാണ്, കോളേജ് എന്നുള്ളൊരു ഡാറ്റാബേസ് എടുത്ത് അവിടുത്തെ ബേസിക് യൂണിറ്റുകൾ എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ്, ടീച്ചർ, കോഴ്സസ്, മാനേജ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ കോളേജിൻ്റെ ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റമുള്ളൊരു കോളേജിൻ്റെ പറയുകയാണെങ്കിൽ അങ്ങനെ എന്തായാലും ഒരു സ്റ്റുഡൻറ്റും ടീച്ചറും ബേസിക് എൻറ്റിറ്റി. അവർ രണ്ടുപേരില്ലാതെ ഒരിക്കലൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ല.
അതുപോലെ തന്നെ സ്റ്റുഡൻ്റ് എന്ന് പറയുന്നതും ടീച്ചർ എന്ന് പറയുന്നത് നമുക്കൊരു കോളേജ് എന്ന ഡാറ്റാബേസിൻ്റെ എൻറ്റിറ്റീസാണ് എന്ന് പറയാം. അപ്പോൾ ഈ എൻറ്റിറ്റീസിന് ഓരോന്നിനും ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ടായിരിക്കും. സ്റ്റുഡൻറ്റിൻ്റെ ക്യാരക്ടേഴ്സ് ആയിരിക്കില്ല ടീച്ചറിൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ സ്വഭാവമല്ല ഉദ്ദേശിക്കുന്നത്. അവരിപ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് സ്റ്റുഡൻറ്റിന് ഏത് കോഴ്സാണ്, റോൾ നമ്പർ എന്താണ്, പേരെന്താണ്, അഡ്രസ്സ് എന്താണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം സ്റ്റുഡൻറ്റിൻ്റെ കേസിലുണ്ടായിരിക്കും. അപ്പോൾ ടീച്ചറിൻ്റെ കേസിലാണെങ്കിൽ ടീച്ചറിൻ്റെ പേരെന്താണ്, ഡെസിഗ്നേഷൻ എന്താണ്, ഏത് കോഴ്സ് പഠിച്ചതാണ്, അങ്ങനെയുള്ള സാലറി എന്താണ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതൊക്കെയാണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ എൻറ്റിറ്റിക്കും അതിൻ്റേതായിട്ടുള്ള ആട്രിബ്യൂട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഡാറ്റാബേസിൻ്റെ ബേസിക് കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞു തുടങ്ങിയത് ഡാറ്റ ഐറ്റംസ് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് സബ് ഡാറ്റ ഐറ്റമായി മാറുന്നതാണ്. അപ്പോൾ അതിന് എക്സാമ്പിൾ പറയുന്നതാണ് ഇപ്പോൾ ഒരു എംപ്ലോയി നെയിം. നമുക്കൊരു ഫീൽഡ് നമുക്കൊരു നെയിം ഒരു വിധം എംപ്ലോയി ആവേണ്ട ഏതൊന്നിലായാൽ പോലും ഒരു നെയിം ഫില്ല് ചെയ്യുമ്പോൾ 3 കോളംസ് ഉണ്ടാവാറുണ്ട്. ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാവുന്നത്, അതിൽ ഈ ഡാറ്റ ഐറ്റം എന്നത് ഈ എംപ്ലോയി നെയിമാണ്. അത് വീണ്ടും എന്താണ് സബ് ഡിവൈഡ് ചെയ്തിട്ട് വരുന്നതാണ് എലമെൻ്ററി ഡാറ്റ. അപ്പോൾ ഈ ഫസ്റ്റ് നെയിം, മിഡിൽ, ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം ഇതൊക്കെ പറഞ്ഞാൽ എന്താണ് എലമെൻ്ററി ഡാറ്റയാണ്. അപ്പോൾ അതിലെ ഡാറ്റ ഐറ്റമാണ് എംപ്ലോയി നെയിം എന്ന് പറയുന്നത്. ഡാറ്റയാണ് എന്ത് എംപ്ലോയീസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ 3 മനസ്സിലായിട്ടുണ്ടാവുമെന്ന് സാധ്യതയുള്ള ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. അപ്പോൾ ഡാറ്റാബേസ് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് ഡാറ്റാബേസിൻ്റെ ഒരു ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല, പക്ഷേ ഞാൻ എൻറ്റിറ്റിയും ആട്രിബ്യൂട്ടും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണത് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഇനി അത് എൻറ്റിറ്റി ആട്രിബ്യൂട്ട്സും ഇനി ഉപയോഗിക്കാൻ പോകുന്നുണ്ട്, അപ്പോൾ ഞാൻ പറയുന്നുണ്ട്. പിന്നെ കളക്ഷൻ ഓഫ് ഡാറ്റയുടെ കളക്ഷൻ. അപ്പോൾ നമ്മൾ എലമെൻ്ററി ഡാറ്റ പഠിച്ചു, അതിൻ്റെ കളക്ഷൻ ഡാറ്റ ഐറ്റം പഠിച്ചു, ഡാറ്റ ഐറ്റത്തിൻ്റെ കളക്ഷൻ ഡാറ്റ പഠിച്ചു. ഇനി കളക്ഷൻ ഓഫ് ഡാറ്റയെ മെയിനായിട്ടും അതൊരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചറാണ്. അതായത് മെയിൻ കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞ കളക്ഷൻ ഓഫ് ഫീൽഡ് എന്ന് പറയുന്നത് റെക്കോർഡ്സ്, കളക്ഷൻ ഓഫ് റെക്കോർഡ്സ് എന്ന് പറയുന്നത് ഫയൽസ്. അങ്ങനെ പോകുന്നൊരു ഹൈറാർക്കിയാണ് നമുക്കുള്ളത്. അപ്പോൾ ഡാറ്റയുടെ കളക്ഷനാണ് എന്ത് ഫീൽഡ് എന്ന് പറയുന്നത്. ഫീൽഡുകളുടെ കളക്ഷനാണ് എന്ത് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ഈ എല്ലാ റെക്കോർഡ്സും കൂടി സൂക്ഷിക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ഫയൽസ് എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മളുടെ ഒരു എൻറ്റിറ്റിയെ കുറിച്ചിട്ട് പറയണത്. ഞാൻ പറഞ്ഞ എൻറ്റിറ്റി ഇപ്പോൾ കോളേജ് ആണെങ്കിൽ അവിടെ സ്റ്റുഡൻറ്റും ടീച്ചർ ചെയ്യുന്നുണ്ട് എൻറ്റിറ്റി. ഈ എൻറ്റിറ്റിക്ക് ഒരു വാല്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ ന്യൂമറിക്കലാവാം, നോൺ ന്യൂമറിക്കൽ. ഇപ്പോൾ റോൾ നമ്പറൊക്കെ ചോദിക്കുമ്പോൾ ന്യൂമറിക്കലാവാം, അല്ല അഡ്രസ്സ് ചോദിക്കുന്നത് എന്താണ് നോൺ ന്യൂമറിക്കലാവാം, അങ്ങനെ എന്തോ ആവാം. അതൊക്കെ എന്താണ് ക്യാരക്ടേഴ്സ്, അതിനാണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്, നോക്കൂ. ഇപ്പോൾ നെയിം ആട്രിബ്യൂട്ട്സുകളാണ്. ഇപ്പോൾ എംപ്ലോയിയോ സ്റ്റുഡൻറ്റോ ഏതോ ഒരു എൻറ്റിറ്റി, ആ ഒരു എൻറ്റിറ്റിയുടെ ആട്രിബ്യൂട്ടാണ് ഒന്ന് നെയിം, ഏജ്, സെക്സ്, സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ. ഇത് 3 ആട്രിബ്യൂട്ട്സാണ്. അപ്പോൾ എംപ്ലോയിയോ അത് സ്പെസിഫിക് പറഞ്ഞ എംപ്ലോയിയോ അല്ലെങ്കിൽ എന്തോ ആട്ടെ അവരുടെ ആട്രിബ്യൂട്ട്സാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഓരോ ആട്രിബ്യൂട്ട്സും നമ്മൾ വാല്യൂ കൊടുക്കുമ്പോഴാണ് കറക്റ്റ് ഉണ്ടാവുക. കാരണം ഓരോ ക്ലാസ്സിൽ ഇപ്പോൾ സ്റ്റുഡൻറ്റിന് ഓരോരുത്തർക്കും എന്താണ് സ്റ്റുഡൻറ്റ് നെയിം, സ്റ്റുഡൻറ്റ് ഏജ്, എക്സ്, കോഴ്സ് ഇങ്ങനെ കൊടുത്തെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ്. അതിൽ ഓരോ സ്റ്റുഡൻറ്റിനും ഇപ്പോൾ ഒരാൾക്ക് പേര് കൊടുത്തു, ആ പേര് അയാളുടെ ഏജ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരാളുടെ ഡീറ്റെയിൽസായി. അങ്ങനെ ആ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളുടെയും ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ക്ലാസ്സിലെ കുട്ടികളുടെ മുഴുവൻ ഡീറ്റെയിൽസായി. അപ്പോൾ അതെന്തായി ഒരു ഡാറ്റകൾ മുഴുവൻ കളക്ട് ചെയ്യപ്പെട്ടത് എന്തായി ഫീൽഡായി. അങ്ങനെയുള്ള ഒരുപാട് ക്ലാസ്സുകളുണ്ട്. ഒരുപാട് ക്ലാസ്സുകളത്തെ എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് എന്തായി റെക്കോർഡായി. അങ്ങനെയുള്ള ഒരുപാട് കോളേജുകളുണ്ട്. ഈ കോളേജുകളുടെ എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് എന്തായി ഫയലായി. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കിയാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കളക്ഷൻ ഓഫ് ഡാറ്റ ഫീൽഡ്, കളക്ഷൻ ഓഫ് ഫീൽഡ് റെക്കോർഡ്, കളക്ഷൻ ഓഫ് റെക്കോർഡ് ഫയൽസ്, ഇങ്ങനെയാണ് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാണ്ടായിരിക്കണം. ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ക്ലാസ്സിൽ പറഞ്ഞത് ഡാറ്റ എന്താണ്, ഡാറ്റ ഐറ്റം എന്താണ്, എലമെൻ്ററി ഐറ്റം എന്താണ്, പിന്നെ പറഞ്ഞത് ഡാറ്റ എന്താണ്, ഫീൽഡ് എന്താണ്, റെക്കോർഡ് എന്താണ്, ഫയൽ എന്താണ്. ഒരു എക്സാമ്പിളും മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു.